ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിലെ യൂണിറ്റ് 3 മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളിതിൻ്റെ ഡെഫിനിഷൻ ആദ്യം പറയാം. ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. മറ്റൊരു ഒബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന വെലോസിറ്റിയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ബസ്സുകൾ ട്രാവൽ ചെയ്യുന്നു, ബസ് നമ്പർ 1 ഇത് ബസ് നമ്പർ 2, രണ്ട് ബസ്സുകൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേതിനാണ് കൂടുതൽ സ്പീഡ് എന്നുള്ളത് നമ്മൾ മറ്റൊന്നിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുക, ആണല്ലോ. ഇപ്പം ബസ് 2 ആണ് കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ബസ് 1നെ കമ്പയർ ചെയ്യുമ്പോൾ, ബസ് 1നെ റിലേറ്റ് ചെയ്യുമ്പോൾ ബസ് 2നാണ് കൂടുതൽ സ്പീഡ്. ഓക്കെ, അങ്ങനെ മറ്റൊരു ഒബ്ജക്റ്റിനെ വെലോസിറ്റീനെ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ഓക്കെ, ഇനി നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ബസ് ട്രാവൽ ചെയ്യുന്നു, അതേ സെയിം ഡയറക്ഷനിൽ സെയിം സ്പീഡിൽ രണ്ടാമത്തെ ബസ്സും ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ രണ്ട് ബസ്സുകൾ സെയിം ഡയറക്ഷനിൽ സെയിം സ്പീഡിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവരിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ബസ് 1ലിരിക്കുന്ന യാത്രക്കാർക്ക് എന്ത് തോന്നും? ബസ് 2വിലിരിക്കുന്ന ഒരാൾ റെസ്റ്റിലാണെന്ന് തോന്നും. ഓക്കെ, ബസ് 1ലിരിക്കുന്ന പാസഞ്ചേഴ്സിന് എന്ത് തോന്നും? ബസ് 2വിലെ പാസഞ്ചേഴ്സ് റെസ്റ്റിലാണ് എന്ന് തോന്നും. ആ ബസ് സെയിം സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ബസ് 2വിലെ ട്രാവലേഴ്സ് റെസ്റ്റിലാണ് എന്ന് നമുക്ക് തോന്നും. നമ്മളങ്ങനെ കമ്പയർ ചെയ്തിട്ട് പലതും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് റെസ്റ്റിലിരിക്കുകയാണെന്ന് കരുതാം. അപ്പോഴും നമുക്കതിനെ റെസ്റ്റിലാണെന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റുമോ? എർത്ത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എർത്തിൻ്റെ ആ സ്പീഡിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണോ? അല്ലെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മൾ റെസ്റ്റിലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ പറയാൻ പറ്റില്ല. ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു, ബസ്സിൽ നമ്മളൊരു സീറ്റിലിരിക്കുകയാണ്, നമ്മൾ റെസ്റ്റിലാണ്, പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ഇനി രണ്ട് ബസ്സുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതാ ബസ് 1 ഇത്, ബസ് 2 ഇത്. ഓക്കെ, ബസ് 1 ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ബസ് 2 ഈ സൈഡിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ബസ് 1നെ പാസ് ചെയ്ത് പോയി. ബസ് 1 ഈ ഡയറക്ഷനിൽ പോകണം, ബസ് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ബസ് 1നെ പാസ് ചെയ്ത് പോയി. അപ്പം നമുക്ക് എന്ത് തോന്നും? ബസ് 2വിനാണ് സ്പീഡ് കൂടുതൽ എന്നുള്ളത് തോന്നും അല്ലേ? അതേപോലെ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ വേറൊരു ബസ് വന്ന് ഓവർടേക്ക് ചെയ്ത് പോയി നമുക്ക് ഓൾറെഡി പറയാം ബസ് 2വിനാണ് സ്പീഡ് കൂടുതലെന്ന്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ബസ് 2വിനാണ് സ്പീഡ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് പാസ് ചെയ്ത് പോയി എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് തോന്നുന്നത് ബസ് 2വിനാണ് സ്പീഡ് കൂടുതലെന്ന് തോന്നാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ പല വേരിയേഷൻസും വരുന്നു. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. മറ്റൊരു ബോഡീനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന വെലോസിറ്റിയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു ഡെറിവേഷൻ, വളരെ ചെറിയൊരു ഡെറിവേഷൻ, അതൊന്ന് നമുക്ക് പറഞ്ഞിട്ട് പോവാം. രണ്ട് ഒബ്ജക്റ്റ് എടുക്കുന്നു, എയും ബിയും. ഓക്കെ, രണ്ടെണ്ണത്തിൻ്റെയും വെലോസിറ്റി v1, എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി v1, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ബിയുടെ വെലോസിറ്റി v2. ക്ലിയർ ആണല്ലോ? രണ്ടെണ്ണത്തിൻ്റെ വെലോസിറ്റി v1 v2. ഇനി t=0 എന്ന് പറഞ്ഞ ടൈമിൽ എയുടെ പൊസിഷൻ എന്ന് പറയുന്നത് s1 ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് x2. എപ്പോൾ? t=0 ആകുമ്പോൾ. ഇനി ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു, അത് t=0 എന്ന് മീൻസ് സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു ടൈമിൽ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്,
ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x2 ഓഫ് 4 ആണ്, x2 ഓഫ് 0 ആണ്. ഇനി ടൈം t സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x1 ഓഫ് t, ബി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x2 ഓഫ് t ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലാക്കിയിരിക്കുക. എ എന്നും ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ, അതിൻ്റെ വെലോസിറ്റി v1 v2, t ഈക്വൽ ടു 0 സ്റ്റാർട്ടിങ് ടൈമിൽ അതിൻ്റെ പൊസിഷൻ x1 ഓഫ് 0 ആയിരുന്നു, t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ x1 ഓഫ് t ആയി. ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ x2 ഓഫ് 0 പൊസിഷൻ, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രാവൽ ചെയ്തിട്ട് x2 ഓഫ് t എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തി. ഓക്കെ, ടേംസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഇത്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി എ എന്നെടുത്തു. അതിൻ്റെ v1 എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x1 ഓഫ് t മൈനസ് x1 ഓഫ് 0 അല്ലേ? ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യല്ലേ വേണ്ടേ? അപ്പോൾ നമുക്ക് v1 ഒന്ന് എഴുതാം. x1 ഓഫ് t മൈനസ് x1 ഓഫ് t മൈനസ് x1 ഓഫ് 0. ഓക്കെ, x1 ഓഫ് 0 ഡിവൈഡഡ് ബൈ ടൈം t വരും. ഇനി ടീനെ നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് തോന്നുന്നു? v1 ഇൻറ്റു t ഈക്വൽ ടു x1 ഓഫ് t മൈനസ് x1 ഓഫ് 0 എന്ന് വന്നു. ഓക്കെ, t ഇവിടെ ഡിവിഷൻ ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. പിന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് x1 ഓഫ് ടിയുടെ ഇക്വേഷനാണ്. x1 ഓഫ് ടിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ മൈനസ് ഉള്ളത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. സോ അവർ ഇക്വേഷൻ ഈസ് x1 ഓഫ് ടി ഈക്വൽ ടു x1 ഓഫ് 0 പ്ലസ് v1 t എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിൻ്റെ v1 വെലോസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അത് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ഉണ്ടായ ചേഞ്ച് x1 ഓഫ് 0 നിന്ന് x1 ഓഫ് t ആവാണ് ചെയ്തത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. x1 ഓഫ് t മൈനസ് x1 ഓഫ് 0 എടുത്തു ഡിവൈഡ് ബൈ t. ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്തു? അതിൽ നിന്ന് x1 ഓഫ് t എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇക്വേഷൻ നമ്പർ 1 എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ബി എന്നുള്ള ഒബ്ജക്റ്റിൻ്റെയും എഴുതാം. ഓക്കെ, അപ്പോൾ ബി എന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു? v2 ആയിരുന്നു അല്ലേ? v2 ആയിരുന്നു. അപ്പോൾ അതിൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? x2 t മൈനസ് x2 ഓഫ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം. v2 ഈക്വൽ ടു x2 ഓഫ് t മൈനസ് x2 ഓഫ് 0 ഡിവൈഡ് ബൈ t. അപ്പോൾ ഈ ടീനെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷനായി. സോ v2 ഇൻറ്റു t ദാറ്റ് ഈസ് ഈക്വൽ ടു x2 ഓഫ് t മൈനസ് x2 ഓഫ് 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? x2 ഓഫ് t എന്താണെന്നുള്ളത് കിട്ടും. ഈ മൈനസിൽ അപ്പുറത്തേക്ക് ആകുമ്പോൾ പ്ലസ് ആയിട്ട് മാറി. സോ x2 ഓഫ് 0 പ്ലസ് v2 ഇൻറ്റു t എന്നുള്ളത് എഴുതാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. ഇനി രണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മൈനസ് ചെയ്യുന്നു. 2 മൈനസ് 1 ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2ൻ്റെ പൊസിഷൻ ഇവിടെ എന്തായിരുന്നു? x2 ഓഫ് t മൈനസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? x1 ഓഫ് t. അവ തമ്മിൽ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ x2 ഓഫ് t മൈനസ് x1 ഓഫ് t എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ എഴുതാം. നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം. x2 ഓഫ് t മൈനസ് x1 ഓഫ് t ഈക്വൽ ടു എന്താ വരിക? x2 ഓഫ് 0 മൈനസ് ഓരോ ടേമും തമ്മിൽ നമുക്ക് മൈനസ് ചെയ്തിട്ട് എഴുതാം അല്ലേ? x1 ഓഫ് 0. ഓക്കെ, എന്താ വന്നത്? നമുക്ക്
x2 of 0 minus x1 of 0. x2 of 0 minus x1 of 0. ഇനി അടുത്തത് എന്താണ്? v2 of t അല്ല v2t മൈനസ് v1t. പ്ലസ് അതിലെ ടീനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ v2 മൈനസ് v1 ഇൻറ്റു ടി ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, അതിൽ v1 ഉം v2 കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ x2 ഓഫ് ടിയുടെ ഇക്വേഷൻ എഴുതി, x1 ഓഫ് ടിയുടെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് അവ തമ്മിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ എല്ലാ ടേംസും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ലോങ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ. ഇനി ഇതിലെ ഈ x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടിക്ക് പകരം നിങ്ങൾ എക്സ് എന്നുള്ള ടേം എടുക്കണം. x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടിക്ക് പകരം നമ്മൾ എക്സ് എന്നുള്ള ടേം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ. x2 ഓഫ് 0 x1 ഓഫ് 0ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? x0 എന്നുള്ളൊരു ടേം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ x2 ഓഫ് ടി മൈനസ് x1 ഓഫ് ടിക്ക് പകരം എക്സ് എന്നെടുത്തു. x2 ഓഫ് 0 മൈനസ് x1 ഓഫ് 0ക്ക് പകരം x0 എന്നെടുത്തു. ബാക്കിയുള്ളത് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. x0 പ്ലസ് ഈ ടേം അങ്ങനെ തന്നെ എഴുതുന്നു എന്നർത്ഥം. v2 മൈനസ് v1 ഇൻറ്റു ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ v2 മൈനസ് v1 എന്ന് ഉണ്ടാകുന്ന എടുത്തിയത് v2 മൈനസ് v1 എന്ന് എടുത്തിയത്. അതായത് ഇത് ടേം ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ് ആയില്ലേ? ദാറ്റ് മീൻസ് x മൈനസ് x0 ഡിവൈഡഡ് ബൈ ടി വരും. ഇതാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? v2 മൈനസ് v1. കണ്ടോ? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ വെലോസിറ്റി v1 ഉം v2 ആയിരുന്നു. അപ്പോൾ അവ തമ്മിൽ ഡിഫറൻസ് ആണ് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് വരുന്നത്. v2 മൈനസ് v1 ദാറ്റ് ഈസ് ഈക്വൽ ടു x മൈനസ് x0 ഡിവൈഡ് ബൈ ടി. അപ്പോൾ ഈ ചെറിയൊരു ഡെറിവേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലത്. ഓക്കെ. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷനാണ് ഇത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് പോരാം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബോഡീനെ കമ്പയർ ചെയ്തിട്ട് പറയുന്ന വെലോസിറ്റിയാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ വെലോസിറ്റികൾ v1 v2 ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. v2 മൈനസ് v1 ഈക്വൽ ടു x മൈനസ് x0 ഡിവൈഡഡ് ബൈ ടി. ഓക്കെ. എക്സ് എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞ ടൈമിലുള്ള പൊസിഷൻ്റെ ഡിഫറൻസും x0 എന്ന് പറയുന്നത് 0 ടൈമിൽ, അതായത് സ്റ്റാർട്ടിങ് ടൈമിലുള്ള രണ്ട് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. v2 മൈനസ് v1 ഈക്വൽ ടു x മൈനസ് x0 ഇൻറ്റു ടി എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, v2 മൈനസ് v1 എന്നും പറയും, v1 മൈനസ് v2 എന്നും പറയും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി v1 ഉം ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി v2 ആയിരുന്നു നമ്മളെടുത്ത്. അപ്പോൾ v2 മൈനസ് v1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. v2 മൈനസ് v1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. കണ്ട് ഇവിടെ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി v2 ആണ് ആദ്യം വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ കണക്കാക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ v1 ആണ് ആദ്യം വന്നത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയാണ്? എയുടെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എന്ത്? ബി. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. 2 ആണ് ആദ്യം വന്നതെങ്കിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ് പറയണേന്ന് അർത്ഥം. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ബി ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ് പറയണത് വിത്ത് റെസ്പെക്ട് ടു 1. ഇവിടെ 1 ആണ് ആദ്യം വന്നതെങ്കിൽ എന്താണ്? ആദ്യം വന്നത് എന്താണോ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു അനദർ. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ച് സ്പെഷ്യൽ കേസുകളുണ്ട്, അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് v1 ഈക്വൽ ടു v2 ആണ്. ഓക്കെ. v1 ഈക്വൽ ടു v2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. v2 മൈനസ് v1 ഈക്വൽ ടു x മൈനസ് x0 ബൈ ടി.
അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ v1ഉം v2ഉം ഈക്വലാണ്. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെയും രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെയും വെലോസിറ്റി സെയിം ആണ് എന്നർത്ഥം. കണ്ടോ ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കിയേ, പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ട് ഒബ്ജക്റ്റും എന്താണ് ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരിക്കലും അവ തമ്മിൽ കൂട്ടിമുട്ടില്ല. അവ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ v1ഉം v2ഉം ഈക്വൽ ആയ സ്ഥിതിക്ക് ഈ v2 - v1 എന്ന് പറഞ്ഞ ടേം എന്താവും? 0 ആവില്ലേ? തുല്യമാകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ ഹോൾ ടൈം 0 എന്നല്ല അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഈ ഒരു ടൈം 0 എന്നല്ലേ അർത്ഥം. ഈ ഇക്വേഷൻ്റെ ഈ ഒരു സൈഡ് 0 ആണെങ്കിൽ ഇക്വേഷൻ്റെ ഈ സൈഡും 0 ആണല്ലോ. പ്രത്യേകിച്ച് എന്താണ് x - x0 എന്ന് പറയുന്നതും 0 ആണ്. എന്താണ് ഈ x - x0? രണ്ട് ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് എന്ത്? x - x0. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ ട്രാവൽ ചെയ്യുന്നതിന് ഇവ തമ്മിലൊരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ്റെ ഡിസ്റ്റൻസ്, അതാണ് x - x0. അതും 0 ആണ്. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ സെയിം ഡയറക്ഷനിൽ സെയിം സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവ തമ്മിൽ സെപ്പറേഷൻ്റെ ഡിസ്റ്റൻസ് വ്യത്യാസം ഇല്ല എന്നാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. എപ്പോൾ v1ഉം v2ഉം ഈക്വൽ ആകുമ്പോൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? 0 ആണ്. കണ്ടോ v2 - v1 0 ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? v1 ഗ്രേറ്റർ ദാൻ v2. ഓക്കെ, അപ്പോൾ v1 ആണ് അവിടെ വലുത്. v1 ആണ് വലുത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നു. v2 - v1 = x - x0 ഡിവൈഡഡ് ബൈ t. അപ്പോൾ v2 - v1 എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. v1 വലുതാണ് എന്ന് പറയുമ്പോൾ v2 - v1 എന്തായിരിക്കും വാല്യൂ? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? v1 ആണ് വലുത്. ഇത് ലാർജ് വാല്യൂ ആണ്, ലാർജ് വാല്യൂ. ഇവിടെ v2 എന്ന് പറയുന്നത് അപ്പോൾ എന്തായി? കമ്പാരിറ്റീവിൽ എന്തായി? സ്മോൾ വാല്യൂ ആയി. ചെറുതിൽ നിന്ന് വലുത് കോൺസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ v1 ആണ് വലുതെന്നുണ്ടെങ്കിൽ v2 - v1 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? x - x0 എന്ന് പറയുന്ന ടേമും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കാൻ മീൻസ് എന്താണ്? x - x0 എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഒബ്ജക്റ്റുകൾ ട്രാവൽ ചെയ്യുന്നതിലെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അത് നെഗറ്റീവ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിരിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? നെഗറ്റീവ് ആയിരിക്കും മീൻസ് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡിക്രീസ് ചെയ്ത് വന്ന് അവരെന്ത് ചെയ്യും? ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും. നോക്കിയൊക്കെ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കുറഞ്ഞ് വന്ന് ഒരു പോയിന്റിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് അത് മീറ്റ് ചെയ്തു. ടൈം ഓഫ് മീറ്റിംഗ് കണ്ടോ? മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങും. ഒരു ഒബ്ജക്റ്റ് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്ത് ലാർജ് ഡിസ്റ്റൻസിലേക്ക് പോകും. അപ്പോൾ v1ഉം v2ഉം ഈക്വൽ ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ സെയിം ആയിരിക്കും. v1 ആണ് വലുതെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. അതിനർത്ഥം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കുറഞ്ഞു വന്ന് ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസ്, തേർഡ് വൺ, v2 ആണ് വലുതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാം. v2 - v1 = x - x0 ഡിവൈഡഡ് ബൈ t. അപ്പോൾ v2 - v1 ഗ്രേറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ v2 - v1 എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? വലുതെന്ന് ചെറുത് കുറിക്കുമ്പോൾ ഓൾറെഡി പോസിറ്റീവ് ടേം ആയിരിക്കും. v2 - v1 എന്ന് പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് x - x0 എന്ന് പറയുന്ന ടേമും എന്തായിരിക്കും? x - x0 എന്ന് പറയുന്ന ടേമും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കാൻ മീൻസ് ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ പോസിറ്റീവ് ആയിരിക്കാൻ മീൻസ് അതിങ്ങനെ കൂടി വരുന്നു. രണ്ട് ഒബ്ജക്റ്റുകൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇങ്ങനെ കൂടി വരുന്നു. കണ്ടോ? ഇവിടെ ഇങ്ങനെ കൂടി പോണത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇങ്ങനെ കൂടി വന്നത് കണ്ടോ? അങ്ങനെ കൂടി പോകും. അപ്പോൾ v2 ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യും. ആ രണ്ട് പോയിൻ്റാണ് അവിടെ എഴുതുന്നത് കേട്ടോ. റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? ഓരോ കേസിലും റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്തായിരിക്കും? ഇനി നാലാമത്തെ എന്ന് പറയുന്നത് എന്നും ബി എന്നും പറഞ്ഞിട്ട് ഒബ്ജക്റ്റുകൾ രണ്ടെണ്ണം മൂവ് ചെയ്യുന്നത് സെയിം സ്പീഡിലാണ്. ദാറ്റ് മീൻസ് v1ഉം v2ഉം ഈക്വൽ ആണ്. അപ്പോൾ അവയെ നമുക്ക് കോമൺ ആയിട്ട് v എന്ന് വിളിക്കാം. സെയിം സ്പീഡിലാണ്, പക്ഷെ ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആണ്.
ദാറ്റ് മീൻസ് സെയിം സ്പീഡാണ് അവ തമ്മിലുള്ളത്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ സെയിം സ്പീഡാണ്, പക്ഷെ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. ഓക്കെ, സെയിം സ്പീഡ് മീൻസ് V1 ഉം V2 ഉം ഈക്വൽ ആണ്. അതിന് നമുക്ക് കോമൺ ആയിട്ട് V എന്ന് വിളിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്താ അവിടെ പ്രശ്നം? ഒരെണ്ണത്തിൻ്റെ പ്ലസ് V ആയിരിക്കും, മറ്റൊന്നിൻ്റെ മൈനസ് V ആയിരിക്കും എന്നർത്ഥം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? V2 മൈനസ് V1 ആയിരുന്നു അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? V മൈനസ് ഓഫ് മൈനസ് V എന്ന് പറയുമ്പോൾ അതെന്തായി കിട്ടി? 2V എന്ന് കിട്ടി അല്ലേ? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായി? 2V ആയിട്ട് മാറി. അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ പോയിരിക്കണമെന്നൊന്ന് നോക്കി നോക്കിയേ. ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഒരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 2V ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. മറ്റൊരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവയെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റി. അവിടെ 4 സ്പെഷ്യൽ കേസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 2 പാരലൽ റെയിൽവേ ട്രാക്സ് റൺ നോർത്ത് ടു സൗത്ത്. ട്രെയിൻ എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്റർ ആണ്. BA. ഓക്കെ, എ എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ കിലോമീറ്റർ 54 km/h ആണ്. അപ്പോൾ അതിനെ ആദ്യം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ബി എന്ന് പറഞ്ഞതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 90 km/h ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്, പ്രോബ്ലംസിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, സബ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്കിതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാം. km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ VA എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 15 m/s ആയിട്ട് മാറി. ഇനി VB എന്ന് പറയുന്നത് എന്തായിരുന്നു? 90 km/h ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, മൂവ്സ് നോർത്ത് വിത്ത് എ സ്പീഡ് 54 km. ട്രെയിൻ B മൂവ്സ് സൗത്ത്. ഓക്കെ, ഒരാൾ നോർത്തിലേക്കാണ് പോകണമെങ്കിൽ അടുത്ത ആൾ എന്തിലേക്കാണ് പോകണേ? സൗത്തിലേക്കാണ് പോണത്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞൊരു ട്രെയിൻ നോർത്തിലേക്കാണ്, ബി എന്ന് പറഞ്ഞ ട്രെയിൻ സൗത്തിലേക്കാണ്. അപ്പോൾ എയുടെ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്താൽ ബിയുടെ നമ്മൾ എന്തെടുക്കണം? നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കണം. ഓക്കെ, ഒരെണ്ണം നോർത്തും ഒരെണ്ണം സൗത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ബി എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ വെലോസിറ്റി നമ്മൾ നെഗറ്റീവായിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. എപ്പോൾ? അതിൻ്റെ ഡയറക്ഷനും കൂടെ നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ട്. സോ -90 km/h എന്ന് വന്നു. ഇനി അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ -90 × 5/18 വരും. ദാറ്റ് മീൻസ് -25 m/s. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിച്ചു, ബി എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ അവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി VBA, ദാറ്റ് ഈസ് VB മൈനസ് VA എന്നാണ് വരിക. അപ്പോൾ VB എന്ന് പറയുന്നത് എന്താണ്? -25 ആണല്ലേ? -25 മൈനസ് VA എന്ന് പറയുന്നതോ 15. സോ 15. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം തന്നെ ഇട്ടാൽ മതി. സോ -40 m/s എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. VBA എന്ന് പറയുന്നത് എന്താണ്? -40 m/s ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് എന്ത് തന്നെ കണ്ടുപിടിക്കേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് ആണ്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ നമുക്ക് VG എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ VG മൈനസ് VB എന്നാണ് വരിക. ഓക്കെ, അല്ല, ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി നമ്മൾ 0 എന്ന് എടുക്കുക. ഗ്രൗണ്ട് കമ്പാരിറ്റീവ്ലി റെസ്റ്റിലാണ്, അതുകൊണ്ട് നമ്മൾ അതിന് 0 എന്ന് എടുത്തു. VB എന്ന് പറയുന്നത് എത്രയായിരുന്നു? -25 ആയിരുന്നു. സോ -25 എന്ന് വരും.
അപ്പോൾ മൈനസ് ഇവിടെ പ്ലസ് ആയിട്ട് പോയി. സോ ആൻസർ ഈസ് 25 മീറ്റർ പെർ സെക്കൻഡ്. എളുപ്പമല്ലേ? ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പേടിക്കരുത്. ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുക്കണം. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുമ്പോൾ അവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് എന്തിൻ്റെ? ഗ്രൗണ്ടിൻ്റെ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ്. അപ്പോൾ വെലോസിറ്റി ഓഫ് മങ്കിയുടെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ മങ്കി എന്താ ചെയ്യണമെന്ന് നോക്കിയേ. റണ്ണിങ് ഓൺ ദി റൂഫ് ഓഫ് ദി ട്രെയിൻ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ മുകളിൽ കൂടെയാണ് ഒരു മങ്കി ഓടുന്നത്. ഓക്കെ, ഒരു മങ്കി ഓടുന്നത് അതിൻ്റെ മുകളിൽ കൂടിയാണ്. പക്ഷേ അത് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മങ്കി ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിത്ത് എ വെലോസിറ്റി ഓഫ് 18 km/h വിത്ത് റെസ്പെക്ട് ടു എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ 18 km/h എന്ന് പറയുന്നത് മങ്കിയുടെ വെലോസിറ്റി അല്ല നമുക്ക് തന്നിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. മറിച്ച് എന്താണ്? വിത്ത് എ വെലോസിറ്റി ഓഫ് 18 km വിത്ത് റെസ്പെക്ട് ടു എ. ദാറ്റ് മീൻസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ വെലോസിറ്റി ഓഫ് മങ്കി എന്നുള്ളത് നമുക്ക് VM എന്ന് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ VMA ആണ് നമുക്ക് 18 km/h എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ശരിയാണോ അല്ലേ? മനസ്സിലായോ? അല്ലാതെ മങ്കിയുടെ വെലോസിറ്റിയാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 18 km/h എന്ന് പറയുന്നത് മങ്കിയുടെ വെലോസിറ്റി VM അല്ല എന്നർത്ഥം. വിത്ത് റെസ്പെക്ട് ടു എ റിലേറ്റീവ് വെലോസിറ്റി ആണ്. അത് ഡിഫറൻസ് മനസ്സിലാക്കണം കേട്ടോ. 18 km/h നമുക്കൊന്ന് ഇതാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഏത് സൈനാണ് വരിക? നെഗറ്റീവ് സൈൻ ഇടണം. കാരണം എന്താണ്? എ എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മങ്കി മൂവ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് സൈൻ കിട്ടും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, -5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ VMA എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കിട്ടി. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് മങ്കിയുടെ വെലോസിറ്റിയാണ്. അപ്പോൾ VMA എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി VM - VA എന്നാണ് അല്ലേ? അതിൻ്റെ ഇക്വേഷൻ അങ്ങനെയല്ലേ? VMAയുടെ ഇക്വേഷൻ എന്താണ്? VMAയുടെ ഇക്വേഷൻ VM - VA എന്നാണ്. അതിൽ VM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ VM = എന്ത് വരും? ഈ ടൈം അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവായി. സോ VMA + VA എന്ന് വരും. ഓക്കെ, അപ്പോൾ VM എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഈ ടൈമിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ VMA + VA എന്നായി. അപ്പോൾ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. VM = VMA + VA. ദാറ്റ് ഈസ് ഈക്വൽ ടു VMA എന്ന് പറയുന്നത് എത്രയായിരുന്നു? -5 ആയിരുന്നു. സോ -5 + VA എന്ന് പറയുന്നത് എത്രയായിരുന്നു? VA എന്ന് പറയുന്നത് 15. സോ എന്ത് വന്നു? 15. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം അല്ലേ? സോ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മങ്കിയുടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മങ്കിയുടെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് വരാം. ഈ ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ റിവിഷനും ഇടാം. ഓക്കെ, അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്